ഷാരോണിനാണ് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുള്ളതെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ ഉന്നത കോടതികളുടെ ഉത്തരവുകൾ പരിഗണിക്കണം. പരമാവധി ഈ വിഷയത്തിൽ നൽകാൻ കഴിയുന്ന ജീവപര്യന്തമാണ്, പക്ഷേ അത് കുറയ്ക്കണം എന്നുള്ളതാണ്, അതായത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ് സ്വാഭാവികമായും പ്രതിഭാഗത്തിന്റെ ആവശ്യം. മുഖം കാണിക്കാതെ കേവലം മുടി കാണിച്ചുകൊണ്ടുള്ള ചെറിയൊരു പ്രതിഷേധം. ഈ ഒരു മുടിക്ക് തമിഴിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? ചില ആളുകളോട് എനിക്ക് അതാണ് പറയാനുള്ളത്. പാറശാല ഷാരോൺ വധക്കേസ്, കഷായം ഗ്രീഷ്മ, ഇന്ന് വിധി വരുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് വിധി വന്നിട്ടില്ല. നേരെ മറിച്ച് ഇന്ന് കോടതിയിൽ കഷായം ഗ്രീഷ്മ അല്ലെങ്കിൽ കഷായം ഗ്രീഷ്മയുടെ വക്കീല് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീഷ്മ എഴുതി തയ്യാറാക്കി കോടതിയോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാനാണ് തോന്നിയത്. ഒരു പയ്യൻ മരിച്ചു, അവനോട് നിങ്ങൾ സ്നേഹം കാണിക്കണ്ട, പോട്ടെ, അവൻ പോയി. അവന്റെ അച്ഛനും അമ്മയും ഇല്ലേ, അവരോട് ഇത്തിരി ദയ ഇവിടുത്തെ കോടതിക്കും ഇവിടുത്തെ നിയമത്തിനും ഒക്കെ കാണിച്ചൂടെ? ആ മരിച്ച ആ പയ്യനെ ഇന്ന് പ്രതിഭാഗം നിന്ന് ആട്ടുന്നത് കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നി. എനിക്ക് ആ പയ്യനെ പേഴ്സണലി അറിയില്ല, പക്ഷെ അവൻ മരിച്ച് തലയ്ക്ക് മുകളിലല്ലേ, അവന്റെ അച്ഛനും അമ്മയും ഇത് കാണുന്നില്ലേ? അവനെ പ്രതിഭാഗം വക്കീൽ ഇന്ന് സംസാരിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ നല്ല സങ്കടം വന്നു. അതാണ് ആ ഒരൊറ്റ കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത്. കുറച്ച് ബൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം, ന്യൂസ് ചാനലിൽ വന്നത്. അതൊന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യമേ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു. കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ ഇരുന്നാൽ മതി. അല്ലാത്തവർ കാണണ്ട. ആ കുട്ടിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ, അവൾക്ക് ഇനി മുന്നോട്ട് ജീവിതമുണ്ട്, അവൾക്ക് മുന്നോട്ട് ഇനി പഠിക്കണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഞാനും ഒരു പരിധിയിൽ കൂടുതൽ എനിക്കും അവളൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടികൾക്ക് എല്ലാ രീതിയിലും മുൻഗണന കിട്ടണം, അവൾക്ക് പഠിക്കണം, ഇതൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പയ്യനോട് ചെയ്ത ക്രൂരതയ്ക്ക് അവൾ അനുഭവിക്കണ്ടേ? അതോ അവളെ വെറും 10 വർഷം മാത്രം ജയിലിലിട്ട് 3 നേരം മിഷ്ടാനം തിന്നിട്ട് ഇറക്കി വിട്ടാൽ മതിയോ അവളെ? അല്ല, അത് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണണ്ട. ഞാൻ എന്തായാലും കുറച്ച് ബൈറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഷാരോൺ വധക്കേസിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വാദത്തിന്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്ക് പ്രതിയോട് ആണ് കാര്യങ്ങൾ കോടതി ചോദിക്കുക. ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. ബിരുദാനന്തര ബിരുദം നേടിയ ഒരാൾക്ക് ഒരു പയ്യനെ കൊല്ലാമെന്നാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അത് ഇവിടുത്തെ കോടതി അംഗീകരിക്കുമോ? അല്ല, അങ്ങനെ ഇവിടുത്തെ കോടതികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ കോടതിയോട് ഇനിയൊന്നും പറയാനില്ല. നാളെ എനിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുത്തെ കോടതി ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കോടതിയെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഞാൻ ആരെയും ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. എന്നാൽ എൻ്റെ ഈ ഒരു ചെറിയ പ്രതിഷേധം അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ അതെനിക്കൊന്ന് ചോദിക്കണമെന്ന് തോന്നി. അവളുടെ ജീവിതം, അവൾക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അവൾ കൊന്നത് മറക്കണം, ഇല്ലെങ്കിൽ അതിനെ ഇവിടെ ലഘുവായി എടുക്കണം. അല്ല, എന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ബാക്കി ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ അതിനൊപ്പം തന്നെ 24 വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. അതിനോട് കൂട്ടിച്ചേർത്ത് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്നുള്ളതാണ്. ഈ പ്രോസിക്യൂഷന്റെ മറുവാദം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, അതായത് പ്രതിഭാഗത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ കോടതി ആദ്യം കേട്ടത്. അതിൽ ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്ന് പഠിക്കണമെന്നുള്ള ആവശ്യവും അതിനൊപ്പം തന്നെ തന്റെ പ്രായക്കുറവും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാര്യവുമാണ്. അത് തന്നെയായിരിക്കും സ്വാഭാവികമായും ഗ്രീഷ്മ ഉന്നയിക്കുക എന്നുള്ളത്
അറിയാവുന്ന കാര്യവുമാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രതിഭാഗം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ ആ രീതിയിൽ ആ കേസിന്റെ ശിക്ഷാവിധിയിൽ വാദമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം പ്രോസിക്യൂട്ടർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരുന്നില്ല. അക്കാര്യം ആലോചിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിക്കും ശിക്ഷ ഏത് രീതിയിൽ വേണമെന്നുള്ള വാദം മുന്നോട്ട് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കണമെന്ന്. എന്തിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്? ഏറ്റവും വലിയ ഒരു കൊടും ക്രിമിനൽ ചെയ്യുന്ന പരിപാടിയല്ല ഇവള് ചെയ്തത്. ആദ്യമേ അവൾ ജ്യൂസിൽ കലക്കി കൊടുത്തു, അത് കൂടാതെ അവൾ കഷായത്തിൽ കലക്കി കൊടുത്തു. എന്നിട്ട് മരിക്കാൻ കിടന്ന ആശുപത്രി കിടക്കുന്നവനെ മറ്റേ മെസ്സേജ് അയച്ച് വീണ്ടും സമാധാനിപ്പിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഇവളെ പോലുള്ള ഇവൾക്കൊരു, എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ വരുന്നില്ല. ഇവളല്ലേ ശരിക്കുള്ള ഈ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സൈക്കോ അല്ലേ? ഇവളെ പോലുള്ളവരെ ഒന്നും ആരും സൈക്കോ എന്ന് വിളിക്കരുത്. അവൾ എന്നിട്ട് കോടതിയിൽ ചെന്നിട്ട് മൊഴി കൊടുത്തിരിക്കുന്ന മൊഴിയല്ല, അവൾ പറഞ്ഞിരിക്കുന്ന, അവൾ എഴുതി കൊടുത്തിരിക്കുന്ന അവൾക്ക് 24 വയസ്സ്, അവൾക്ക് ഇനി പഠിക്കണം. ഇവളൊക്കെ എന്തിനാണ് പഠിച്ചിട്ട്? എന്തിനാണ് ഇവളെ പോലുള്ള ആളുകൾ പഠിച്ചിട്ട്? ഇപ്പൊ കുറെ പേര് ചോദിക്കും ആ ഒരു കാര്യങ്ങൾ, ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യവും വാർത്തയിൽ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ കേൾപ്പിക്കാം. എന്നാലും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹം മാറ്റിയെടുക്കണം. എന്തിന് മാറ്റിയെടുക്കണം ഇവളെ പോലുള്ള ആളുകളെ? ഇവളെ പോലുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൾ മാറുമെന്നാണോ ഇവിടുത്തെ സമൂഹം വിചാരിക്കുന്നത്? സമൂഹത്തിന്റെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് അവൾ ചിലപ്പോൾ മാറിയതായിട്ട് കാണിച്ചു തരും. പക്ഷെ അവളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്കോ നിങ്ങൾക്കോ വായിച്ചെടുക്കാൻ പറ്റുമോ? സമൂഹം ഇവളെ പോലുള്ളവരെ മാപ്പ് കൊടുത്ത് സമൂഹത്തിലേക്ക് ഇറക്കി വിടണം. ഒരു എന്താണ് മാറ്റം വരുത്തിയ. ഇതൊക്കെ ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രമേ ഉള്ളല്ലോ. ഇതിനു മുമ്പ് പല പെൺകുട്ടികളെയും ഇവിടെ പല നാറികൾ പല രീതിയിൽ ഉപദ്രവിച്ച വാർത്തകൾ വന്നല്ലോ. അപ്പോഴൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോഴൊന്നും സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് സമൂഹം അവന്മാരെ നന്നാക്കി ഇവിടെ മറ്റേ ഒട്ടിച്ച് കാണിച്ചു കൊടുക്കണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഈ ഒരു വിഷയം വന്നപ്പോൾ മാത്രം എന്താ? ഒരു സ്ത്രീ ആയതുകൊണ്ടോ? അവർക്ക് 24 വയസ്സേ ഉള്ളത് കൊണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, വിത്ത് ഓൾ റെസ്പെക്ട് ടു എവ്രി വുമൺ ഐ ആം ടോക്കിംഗ്. എല്ലാ സ്ത്രീകളും ഒരുപോലൊന്നും അല്ല. ബാക്കിയുള്ള ഒരുപാട് അമ്മവങ്ങന്മാരുണ്ട്, ഈ വീഡിയോ കാണുന്നവർ കാണും, ഒരുപാട് നല്ല മനസ്സുള്ളവര്. പക്ഷെ അവര് പറയൂ, അവരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയൂ. ഈ വീഡിയോയുടെ അടിയിൽ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒരാളോ അല്ലെങ്കിൽ ഒരു 10 പേരെ കാണുന്നുണ്ടെങ്കിലും ആ 10 പേര് കമന്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കണമെന്നോ? ഇവളെ സമൂഹം മറ്റേ ഏറ്റെടുത്ത് നല്ല പുത്രിയാക്കി കാണിച്ചു കൊടുക്കണമെന്നോ? അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടുത്തെ കോടതി അത് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾ നല്ലവരാക്കി കാണിച്ചു കൊടുക്കുന്നത് സമൂഹത്തിന് നല്ലതാണ്. പക്ഷേ അതൊരു പെൺകുട്ടിയുടെ കേസ് വരുമ്പോൾ മാത്രമേ ഉള്ളല്ലോ. ഒരു പുരുഷനെ എന്താ അങ്ങനെ ചെയ്യാത്തത്? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ എല്ലാത്തിനും മറ്റേ പുരുഷന്റെ ആധിപത്യമാണെന്ന് പറഞ്ഞിട്ട് എന്താധിപത്യം? ആ പയ്യനെ, ആ മരിച്ചവനെ ഈ പ്രതിഭാഗം ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചു മേളിൽ നിൽക്കുക. അവന്റെ വീട്ടുകാരത് കേൾക്കുന്നില്ലേ? ബാക്കി കേൾക്കും നിങ്ങൾ എന്തായാലും. ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പ്രോസിക്യൂഷൻ പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസ് കാണണം എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന തൂക്കുകയർ വിധിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ അല്ല പ്രതി കൊന്നത്, സ്നേഹത്തെയാണ് കൊന്നത് എന്നുള്ള വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതായത് പ്രണയം നടിച്ച് അതൊരു വഞ്ചനയിലേക്ക് കൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി അത് നടപ്പാക്കി എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു ചെറുപ്പക്കാരനെ അല്ല കൊന്നിരിക്കുന്നത്, സ്നേഹമെന്ന് പറയുന്ന വികാരത്തെയാണ് പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത്. സത്യമല്ലേ? ഈ പറഞ്ഞത് സത്യമല്ലേ? ഇവള് തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്ന്. ഇവളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇവള് വേണ്ട. നല്ലൊരു, എനിക്ക് തോന്നുന്നു ഇവളുടെ ഉള്ളിൽ ഇവള് നല്ലൊരു ക്രിമിനൽ ആയിരുന്നിരിക്കുക. അതാണ് ഇത്രയും പ്ലാൻ ചെയ്ത്. ഇല്ലെങ്കിൽ അവക്ക് വേണ്ട അവനെ. അവക്ക് പറയായിരുന്നല്ലോ പച്ചയ്ക്ക് ആട്ടി, ഇല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കായിരുന്നു ഇവൻ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞ്. ഇല്ലേ? അങ്ങനെ അവനെ പിടിച്ച് അകത്തിടാമായിരുന്നു. എന്തൊക്കെ ചെയ്യായിരുന്നു അവക്ക്? അവൻ അവളുടെ ലൈഫിൽ വേണ്ട, അവളുടെ ലൈഫിൽ നിന്ന് അവൻ പോകണം, അവൾക്ക് മുന്നോട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യായിരുന്നു. അവൾ അത് വല്ലതും ചെയ്തോ? അവൾ എന്താ ചെയ്തത്? കഷായം കൊടുത്ത് അവനെ കൊന്നു. എന്നിട്ട് അവൾക്ക് മുന്നോട്ട് ഇനി പഠിക്കണം. എന്തൊക്കെയാ അവൾ കോടതിയിൽ പറയുന്നത്? ഇതൊക്കെ എന്തിന് കോടതി ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ നമുക്ക് തിങ്കളാഴ്ച അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതി ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്.
ദൈവത്തെ ഓർത്ത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയൂ, നിങ്ങൾ പറയണം. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. നിങ്ങളെല്ലാവരും ആ പെൺകുട്ടി രക്ഷപ്പെടണം, അവൾക്കൊന്നും സംഭവിക്കരുത്, അവൾക്ക് മുന്നോട്ട് പഠിക്കണം, ഇതൊക്കെയാണോ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇത് മാത്രമാണ്. ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇതിനകത്തൊന്നും മാറില്ല. കാരണം എന്താ അവൾ ചെയ്തത്? സ്നേഹം ഇപ്പൊ ഈ പറഞ്ഞു വെച്ച കണക്ക് ഇനിയിപ്പം ഈ ഒരു കാലം ഇപ്പൊ ഒന്നാമത് തന്നെ ഈ ട്രൂ ലവ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. സത്യസന്ധമായ സ്നേഹങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ അത് ഉണ്ടായാൽ തന്നെ ആളുകൾക്ക് പേടിയായിരിക്കും. പെണ്ണിനാണെങ്കിലും ശരി, ആണിനാണെങ്കിലും ശരി, പേടിയായിരിക്കും. ഈ ഇവളെ പോലുള്ള ആളുകളൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി അത് അതുകൊണ്ട് തന്നെ ഈ കേസിനെ അപൂർവങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ കൊലപാതകം. സ്നേഹം നടിച്ചാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് നടക്കും. ഇപ്പൊ ഇന്നലെ ഈ കുറ്റക്കാരിയാണ് എന്ന് തെളിയുന്ന സമയത്തും നമ്മൾക്ക് മുന്നിലേക്ക് വന്ന വാർത്തകളുടെയൊക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ആയിരുന്നു. ടെക്സ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഏറ്റവും അവസാനത്തെ ദിവസം അല്ലെങ്കിൽ സമയം പോലും ഗ്രീഷ്മയെ അവിശ്വസിക്കുന്നില്ല ഷാരോൺ എന്നുള്ളത് തെളിയിക്കുന്ന കുറച്ച് സന്ദേശങ്ങളൊക്കെയാണ് അപ്പോൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുമെന്നൊക്കെയാണ്. ഏറ്റവും അവസാനത്തെ സമയത്ത് മാത്രമാണ് അച്ഛനോടെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ ഷാരോൺ തയ്യാറാകുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ. ചെകുത്താന്റെ സ്വഭാവമാണ് പ്രതിക്ക് എന്നുള്ളതും ഇപ്പോൾ ഈ വാദത്തിനിടെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ചെകുത്താന്റെ സ്വഭാവമാണ് അവക്ക് എന്ന് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? മരണക്കിടക്കയിൽ അവൻ കിടക്കുമ്പോഴും അവള് മറ്റേ നല്ല മോളായിട്ടിരുന്ന് മെസ്സേജ് അയക്കുക, ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കുക, ഇതൊക്കെ പറഞ്ഞ് അവള് ഇതിലും വലുത് ഇനി ആ പയ്യന് വരാനൊന്നുമില്ല. സ്നേഹിച്ച് കൊല്ലുമായിരുന്നു അവനെ, മനസ്സിലായില്ലേ? ആ ഒരു വാക്ക് ഇവള് അവന് കൊടുത്തതിനകത്താണ് കറക്റ്റായിട്ട് ഷൂട്ട് ആവുന്നത്. സ്നേഹിച്ചു കൊന്നു. എന്നിട്ട് ആ പയ്യൻ മരിച്ചു മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അതിന്റെ പേരിൽ കേസ് നടക്കുമ്പോൾ അവൾക്ക് 10 വർഷം മാത്രം. എങ്ങനെ പറ്റുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു സാധനം അത് ആർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊന്ന് കണ്ടുപോയിക്കേ. പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. അതും ഇപ്പോൾ പരമാവധി 10 വർഷമെങ്കിലും ആയേ ശിക്ഷ കൊടുക്കാവൂ എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതായത് ജീവപര്യന്തം കൊടുക്കരുത് എന്നുള്ളതാണ് വാദിക്കുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ വിഷയത്തിലുള്ളത്. സാഹചര്യ തെളിവുകളുള്ള കേസിൽ മുൻ കോടതി ഉത്തരവുകൾ കോടതി പരിശോധിക്കണം. വധശിക്ഷ ഒരു തരത്തിലും നിരക്കാത്തതാണ്. പ്രതിയെ മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിക്കാനുള്ള കടമ സമൂഹത്തിനുണ്ട്. നമ്മുടെ ശിക്ഷാവിധികൾ എന്ന് പറയുന്നത് റിഫോർമേറ്റീവ് ആണ്, ഒരു മനുഷ്യനെ പരിഷ്കരിക്കാനുള്ളതാണ്, മറിച്ച് പ്രതികാരാത്മകമല്ല. ഇതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ സങ്കല്പം. അതനുസരിച്ച് ഗ്രീഷ്മ എന്ന പ്രതിയെ പരിഷ്കരിച്ച് മനപരിവർത്തനം വരുത്തി സമൂഹത്തിന് ഉതകുന്ന ഒരാളാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാകണം ഈ ശിക്ഷയുടെ ലക്ഷ്യം. അത് കണക്കിലെടുത്തുള്ള ശിക്ഷ വേണം. ജീവപര്യന്തം ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം ആവർത്തിച്ച് പറയുന്നത്. 10 വർഷമെങ്കിലുമായി ശിക്ഷ കുറയ്ക്കണം. സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ ഉന്നത കോടതികളുടെ ഉത്തരവുകൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഗ്രീഷ്മയും ഷാരോണും മാത്രമാണ്, നേരത്തെ പറഞ്ഞതുപോലെ റിജിൻ പോലും പുറത്താണ് ഉണ്ടായിരുന്നത്. ഗ്രീഷ്മയും ഷാരോണും മാത്രമാണ് ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത്. പുറത്ത് വന്ന ഉടനെ ഷാരോൺ ഛർദ്ദിച്ചു എന്നുള്ളത് റിജിന്റെ മൊഴിയാണ് അതിൽ നിൽക്കുന്ന ഒരു ഘടകം. അപ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു വലിയ ഏറ്റവും പരമാവധി ശിക്ഷ എന്ന കാര്യത്തിലേക്ക് കോടതി പോകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. 10 വർഷം എന്നുള്ളതായിരിക്കണം മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളത് കോടതിക്ക് മുൻപാകെ ഏറ്റവും അവസാനമായി വെക്കുകയാണ്. 10 വർഷം ജീവപര്യന്തം കൊടുക്കരുത് എന്നുള്ളതാണ് ആവശ്യം. എന്താണ് കോടതി കേൾക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഗ്രീഷ്മ നല്ല ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. ഗ്രീഷ്മ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഷാരോൺ ഈ നല്ല ജീവിതമൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നല്ലേ? അവന് ഇവളുടെ കയ്യിൽ നിന്ന് കഷായം കുടിച്ച് മരിക്കണമെന്നായിരുന്നു അവളുടെ ഒരു ആഗ്രഹം. അങ്ങനെയാണോ ഇവിടെ പറയുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ഇവൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനോടാണ് എന്റെ ചോദ്യം. ഇതുവരെ പുള്ളിക്ക് ഞാനങ്ങ് കൊടുക്കുക. എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. അവൾക്ക് മാത്രം ജീവിച്ചാൽ മതി ഇവിടെ. ആ പയ്യന് ജീവിതമൊന്നും വേണ്ട. അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിട്ടേക്കണം അല്ലേ? അതുകൊണ്ട് 10 വർഷമാക്കി കൊടുക്കണം. എങ്ങനെ പറ്റുന്നു ഇങ്ങനെ പറയാൻ? എങ്ങനെ പറ്റുന്നു? ഇത്രയും തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളുണ്ട്. അതൊന്നും പോരാ. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു 10 പേര് വന്ന് ഇത് കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നേനെ. അപ്പോഴും ചിലപ്പോൾ പറയും അത് അപ്പുറത്തെ വീട്ടുകാരുടെ കണ്ണിന്റെ കുഴപ്പമാണെന്ന്, അല്ലേ? അവര് കണ്ടതിന്റെ കുഴപ്പമായിരിക്കും. അവൾക്കപ്പോഴും അവളെ വെറുതെ വിടണം. അവൾക്ക് മുന്നോട്ട് പഠിക്കണം. ആ പയ്യന്റെ ജീവിതം കൊണേ, അല്ലേ? വളരെ 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 നല്ല തീരുമാനം, അല്ലെങ്കിൽ വളരെ നല്ലൊരു അഡ്വക്കേറ്റ് ആണ് എന്തായാലും നമ്മുടെ ഗ്രീഷ്മക്കുട്ടിക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നത്. വളരെ നല്ല കാര്യം. എന്തൊക്കെയാണെങ്കിലും
വധശിക്ഷ ഉണ്ടാവില്ല എന്ന് ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല, തിങ്കളാഴ്ചയാണ് വിധി വരുന്നത്. പക്ഷെ ഇത്രയൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുമ്പോൾ കോടതി ഇനി എന്ത് പറയുമെന്ന് കണ്ടറിയാം. വധശിക്ഷയില്ല, ജീവപര്യന്തവും ഇല്ല, 10 വർഷം അവളെ മറ്റേ അവിടെ ഇരുത്തി പുട്ടടിപ്പിച്ചിട്ട് തിരിച്ചിറക്കി വിടും അവളെ. അപ്പത്തേക്ക് അവള് സമൂഹത്തിൽ നല്ലൊരു കുഞ്ഞാടായിട്ട് മാറും അല്ലേ? വളരെ നല്ല കാര്യം. ഇനി ഈ ഒരു പയ്യനെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് കേട്ടെ. ഷാരോണിനാണ് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുള്ളതെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ ഉന്നത കോടതികളുടെ ഉത്തരവുകൾ പരിഗണിക്കണം. പരമാവധി ഈ വിഷയത്തിൽ നൽകാൻ കഴിയുന്ന ജീവപര്യന്തമാണ്, പക്ഷേ അത് കുറയ്ക്കണം എന്നുള്ളതാണ്, അതായത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ് സ്വാഭാവികമായും പ്രതിഭാഗത്തിന്റെ ആവശ്യം. ഈ പ്രതിയെ മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിക്കാനുള്ള കടമ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു വാദമാണിത്. തുടർച്ചയായി 2 തവണ ഈ ശ്രമം ഉണ്ടായി. ആദ്യം ജ്യൂസിൽ ഇതുപോലെ വിഷം കലക്കി കൊടുത്തു, പിന്നീടാണ് ഈ കഷായത്തിൽ വിഷം കലക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായി ഈ അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു വളരെ ക്രൂരമായ മനസ്സുള്ള ആൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്, ചെകുത്താന്റെ സ്വഭാവം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതിനോടാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ആരോണ് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട്, അവൻ മോശക്കാരൻ, അവനെ കൊന്നവള് ഏറ്റവും നല്ല ജീവിതം ആഗ്രഹിച്ചിരുന്ന വ്യക്തി അല്ലെ? ഈ ഏറ്റവും നല്ല ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികൾ അപ്പോ ഇനി അവരുടെ കൂടെ അവർക്കൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകളെ അങ്ങ് കൊന്നേക്കണം. എന്നിട്ട് ഈ വക്കീൽ വരും വാദിക്കാൻ. എന്നിട്ട് ഈ വക്കീൽ ഈ ഒരു ഡയലോഗ് അടിച്ച് നമ്മളെ അങ്ങോട്ട് രക്ഷപ്പെടുത്തും. അതായത് നമ്മൾ ഏറ്റവും നല്ല ആളുകളാണ്, നമുക്ക് നല്ലൊരു ജീവിതം, അവൻ്റെ ആണ് മോശക്കാരൻ, അവൻ സമൂഹത്തിൽ വലിയൊരു പ്രശ്നക്കാരനാണ്, അവൻ മരിക്കണം. അല്ല, അങ്ങനെയാണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ പ്രതിഭാഗം വക്കീലിനാണ്. താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ വാദിക്കാൻ തോന്നി? താങ്കൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് താങ്കൾ ഒരു നിമിഷം ആലോചിച്ചോ താങ്കളുടെ ഒരു കക്ഷി എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളത്? അപ്പുറം നിന്നവൻ കുഴപ്പക്കാരൻ, ഇപ്പുറം നിന്നവള് ഏറ്റവും മിടുക്കി. കൊള്ളാം, വളരെ നല്ല കാര്യം. ഈ വീണ്ടും മറ്റേ അവളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ലൊരു മോളാക്കുന്നതിനെ പറ്റിയാണ്. നല്ല കാര്യമാണ്. ഇവളെയൊക്കെ വേണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ലൊരാളാക്കാൻ. ഇവള് നാളെ വന്നിട്ട് ടീച്ചറൊക്കെ ആയിട്ട് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെ കഷായത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. തുടർച്ചയായി 2 തവണ ഈ ശ്രമം ഉണ്ടായി. ആദ്യം ജ്യൂസിൽ ഇതുപോലെ വിഷം കലക്കി കൊടുത്തു, പിന്നീടാണ് ഈ കഷായത്തിൽ വിഷം കലക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ അങ്ങനെ തുടർച്ചയായി അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു വളരെ ക്രൂരമായ മനസ്സുള്ള ആൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്, ചെകുത്താന്റെ സ്വഭാവം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതിനോടാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ചെകുത്താന്റെ സ്വഭാവം തന്നെയാണ് ഇവർക്ക്. ചെകുത്താന്റെ മേളിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവം തന്നെയാണ്. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു മാനസിക രോഗി വല്ലതും ആണോ എന്ന് സംശയം എനിക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്യുവോ? സ്നേഹിച്ച ഒരുത്തിന് ഇനി ഇവിടെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. ഒരു ടൈം പാസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ വേണ്ടാന്ന് വെക്കണം. വേണ്ടാന്ന് വെക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം തട്ടിക്കളയുക. ഈ ഒരു മൂഡാണോ എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുമില്ല. ഇനിയിപ്പോ അങ്ങനെ അല്ലാന്നും പറയാൻ പറ്റുന്നില്ല ഇവരുടെ ഈ ഒരു ബിഹേവിയർ കാണുമ്പോഴത്തേക്ക്. ഇല്ലെങ്കിൽ എങ്ങനെ എഴുതി കൊടുക്കാൻ തോന്നി? എനിക്ക് പഠിക്കണം മുന്നോട്ട്, എനിക്ക് 24 വയസ്സേ ഉള്ളൂ. ഇവിടെ ഒരു പുരുഷൻ 21-ലോ 22-ലോ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് തൂക്കിക്കൊല്ലാം, അല്ലെങ്കിൽ അവന് ജീവപര്യന്തം കൊടുക്കാം. സ്ത്രീ ആയതുകൊണ്ട് ഇതൊന്നും പറ്റില്ല അല്ലേ? കഷ്ടം. എനിക്ക് ഫീൽ പിറ്റി ഫോർ മൈ ലവിങ് ജുഡീഷ്യറി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കാണും. കാണുന്ന 10 പേരാണെങ്കിലും 15 പേരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ പറഞ്ഞിട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങനെ ചെയ്യുക.